LML അധികാരം കേൾക്കാത്തൊരു ബ്രാൻഡാണ് LML. അധികാരം പറയാൻ പറ്റത്തില്ല. നിങ്ങളിപ്പോൾ 80-90 കാലഘട്ടത്തിലെ ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ആ സമയത്ത് നല്ല ക്ലിക്കായ രണ്ട് വണ്ടികളാണ് LML ഫ്രീഡവും LML എനർജി. ആക്ച്വലി നല്ലൊരു വണ്ടികളായിരുന്നു ആ സമയത്ത്. പക്ഷേ അവർ ആക്ച്വലി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്ത് വാനിഷ് ആയി പോയെന്ന് പറയാം. പക്ഷേ അവർ ആക്ച്വലി തിരിച്ചു വരികയാണ്. അപ്പോൾ തിരിച്ചു വരുന്നത് നിസ്സാരമായിട്ടല്ല, അവർ ആക്ച്വലി ഇലക്ട്രിക് സെഗ്മെന്റിലേക്കാണ് വരുന്നത്. അപ്പോൾ അവരുടെ ഏറ്റവും പുതിയ സ്റ്റാർ എന്നുള്ള വണ്ടി അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അധികം ഡീറ്റെയിൽസ് പുറത്തു വിട്ടിട്ടില്ല. അപ്പോൾ ഇന്ന് വീഡിയോ ഒക്കെ നോക്കാൻ പോകുന്നത് മാക്സിമം എന്തൊക്കെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടെന്ന് മാത്രമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ കൺഫേം ന്യൂസ് മാത്രമേ പറയുന്നുള്ളൂ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനൊപ്പം നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. എനിക്ക് അറിയാവുന്ന ആൻസേഴ്സാണ് തീർച്ചയായിട്ടും ആൻസർ ചെയ്യുന്നതാണ്. അതിനൊപ്പം നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. 2023 ഗ്രേറ്റർ നോയിഡയിൽ ഒരു ഓട്ടോ എക്സ്പോ നടന്നിരുന്നു. അപ്പോൾ ആ ഓട്ടോ എക്സ്പോയിൽ LML വന്നിട്ട് അവരുടെ സ്റ്റാർ എന്നുള്ള വണ്ടി അവർ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇറങ്ങും, 2024 ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ട് ആക്ച്വലി വണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഫൈനലി കൺഫർമേഷൻ വന്നിട്ടുണ്ട്, 2025 വണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങാൻ ഡിലേ ആയതിൻ്റെ മെയിൻ റീസൺ പറയുന്നത് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് ഉണ്ട്, CMVR എന്നുള്ളൊരു റൂളുണ്ട്. അപ്പോൾ അത് പ്രകാരം നമുക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ട്. ആ സർട്ടിഫിക്കേഷൻ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നമ്മളിപ്പോൾ അവിടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് സേഫ്റ്റി നോംസ് ഒക്കെ പാലിച്ചാൽ മാത്രമാണ് ഗവൺമെൻറ് ആ സർട്ടിഫിക്കറ്റ് തരുള്ളൂ. അപ്പോൾ ഫൈനലി LML സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്, അതായത് CMVR സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ 2025 അവർ വണ്ടി ഇറക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൺഫേംഡ് ന്യൂസ് ആണ്. LML വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. മാത്രമല്ല പല സോഷ്യൽ മീഡിയാസ് റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സ്റ്റാർ എന്ന വണ്ടി ഇറങ്ങാൻ പോവാണ്. അപ്പോൾ അതിന് ഡീറ്റെയിൽസ് ഒന്നും പുറത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് പറയുകയാണെങ്കിൽ വണ്ടിയുടെ റേഞ്ച് എന്ന് പറയുന്നത് 203 കിലോമീറ്ററാണ്. സിംഗിൾ ചാർജ് നമുക്ക് 203 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന കമ്പനി അവകാശപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ഇറങ്ങുകയാണ് തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് റേഞ്ച് ചെയ്യുന്ന വണ്ടി എന്നുള്ളത് LMLൻ്റെ സ്റ്റാറിൻ്റെ വണ്ടി തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും വണ്ടി ഇറങ്ങിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ എത്ര റേഞ്ച് കിട്ടും എന്നൊക്കെ. അപ്പോൾ എന്തായാലും കമ്പനി ക്ലെയിം ചെയ്യുന്ന 203 കിലോമീറ്ററാണ്. അതിൻ്റെ ബാറ്ററി കേസ് നമ്മൾ പറയുകയാണെങ്കിൽ 2 റിമൂവബിൾ ടൈപ്പ് ബാറ്ററിയാണ് വരാൻ പോകുന്നത് പറയുന്നുണ്ട്. അതിൽ വേറെ നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും പുറത്ത് വന്നിട്ടില്ല, എന്ത് ടൈപ്പ് ബാറ്ററി ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ വേറെ ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത് നമ്മുടെ മോട്ടറിൻ്റെ സ്പെക്കാണ്. നമുക്ക് 5.8 കിലോ വാട്ട് പീക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 5.8 കിലോ വാട്ട് എന്ന് പറയുമ്പോൾ 7.8 BHP അപ്രോക്സിമേറ്റ് വരും. നമ്മൾ വണ്ടി ടോപ്പ് സ്പീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ 90 km/h എന്ന് പറയുന്നുണ്ട്. പിന്നെ വേറെ ഫീച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ വണ്ടി വരുന്നത് നല്ല അട്രാക്റ്റീവ് ഡിസൈനിലാണ് വണ്ടി വരുന്നത്. നമുക്ക് ഡ്യുവൽ ടോൺ കളറിൽ വരുന്നുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ വരുന്നുണ്ട്. നമുക്ക് LED DRS വരുന്നുണ്ട്, പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ 14 ഇഞ്ചിൻ്റെ ടയറാണ് വന്നിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് നമുക്ക് 12 ഇഞ്ച് ടയേഴ്സാണ് സാധാരണ എല്ലാ വണ്ടിക്കകത്ത് ഉള്ളത്. അപ്പോൾ ഈ വണ്ടിക്കകത്ത് 14 ഇഞ്ചിൻ്റെ ടയർ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് റൈഡ് കംഫർട്ട് നമുക്ക് കിട്ടും. പിന്നെ ഡിജിറ്റൽ ഡിസ്പ്ലേ ഉണ്ടെന്ന് പറയുന്നുണ്ട്, വയർലെസ് ചാർജർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം വരുന്നുണ്ട്. നമ്മുടെ കാറിലെ കൺട്രോൾ അതേ ഫീച്ചർ വണ്ടിക്കകത്ത് വരുന്നുണ്ടെന്ന് പറയുന്നു. പിന്നെ ഹിൽ ഹോൾഡ്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ്, നല്ല ഫീച്ചേഴ്സ് വണ്ടിക്കകത്ത് പറയുന്നുണ്ട്. അതുകൂടെ നമുക്ക് റിവേഴ്സ് മോഡും കിട്ടുന്നുണ്ട്. പിന്നെ വേറൊരു കൺഫേംഡ് ന്യൂസ് അല്ല, വണ്ടിക്കകത്ത് ABS ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ഇത് കൺഫേംഡ് അല്ല, ABS ഉണ്ടെന്ന് പല മീഡിയസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടി ഇറങ്ങിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഡിസൈൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഡുക്കാട്ടി, ഫെറാറി ആ കമ്പനികളിലുള്ള കൊളാബറേഷനാണ് വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി വണ്ടിക്കകത്ത് കാണാനുണ്ട്. അപ്പോൾ എന്തായാലും ജസ്റ്റ് കാണിച്ചിട്ടുള്ളത് ജസ്റ്റ് പ്രോട്ടോടൈപ്പ് വണ്ടി മാത്രമാണ്. വണ്ടി ഒന്ന് കൺഫേംഡ് ഒരു പ്രൊഡക്ഷൻ മോഡൽ വന്നാൽ മാത്രം നമുക്ക് അറിയാൻ പറ്റും വണ്ടി എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഒരു ക്വിക്ക് അപ്ഡേറ്റ് നമ്മൾ വന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെടാതെ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കില്ല. അത് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ വണ്ടി എന്ന് ഇറങ്ങും, അതിന് ലോഞ്ച് ഡീറ്റെയിൽസ് ഒന്നും പുറത്ത് വിട്ടിട്ടില്ല. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്ന പറയാൻ വീഡിയോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് വെച്ചാൽ മതി. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.